ഹായ് ഗൈസ്, അഡ്വക്കേറ്റ് ജിസ്മോളുടെ കേസ് എനിക്ക് തോന്നുന്നു ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന്. അപ്പം ഈ ഒരൊറ്റ സാധനം ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് ഈ കേസിന് വേണ്ട ഒരു കൺക്ലൂഷൻ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ വളരെ സന്തോഷം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പോസ്റ്റർ കണ്ടു, ഞാനിവിടെ കൊടുക്കാം. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വം. പ്രതിഷേധ ധർണ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ 2025 മെയ് 30 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ 1 മണി വരെ. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുക. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇവിടെ ആ നാട്ടിൽ നമ്മൾ ആ കേസിൻ്റെ സ്റ്റാർട്ട് തൊട്ട് നോക്കുകയാണെങ്കിൽ ജനങ്ങളൊക്കെ വളരെയധികം ആക്റ്റീവായിരുന്നു ഈ കേസിൻ്റെ ഒരു കൺക്ലൂഷന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിപ്പോർട്ടേഴ്സുമായിട്ട് സംസാരിച്ചതൊക്കെ ആ വീട്ടുകാരേക്കാളും നാട്ടുകാരേക്കാളും കൂടുതൽ ഈ ജനങ്ങളായിരുന്നു. അപ്പോൾ അവർ പിന്നെ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുന്നു, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനോട് ചോദിക്കുന്നു. ഇതൊക്കെ ഞാൻ റിയാക്ട് ചെയ്ത ടോപ്പിക്കാണ്, ഒക്കത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ചതുമാണ്. പക്ഷേ അവരത് നിർത്തിയില്ല. അവർ വീണ്ടും വീണ്ടും എന്ത് ചെയ്തു, ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ ബാക്കി എല്ലാ കേസും എടുത്ത് നോക്കും, ഇങ്ങനൊരു കൗൺസിലിംഗ് ഒന്നും ഇങ്ങനത്തെ ഒരു കൗൺസിലൊന്നും കണ്ടിട്ടില്ല. ബട്ട് ഈ പെർട്ടിക്കുലർ ടീമാണ് ഇതിന് വേണ്ടിയിട്ട് ഫുള്ള് വർക്ക് ചെയ്യുന്നത്. ഐ ബിലീവ് ഇവരുടെ ഒരു പോസിറ്റിവിറ്റി കാരണമെങ്കിലും മേ ബി കേസിനൊരു ഔട്ട്പുട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ സാട്ടുകൂട്ടായി കളയാൻ പറ്റില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഹാപ്പി ഫോർ ഓൾ ദോസ് ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. ഇത്രയും സ്നേഹമുള്ള കുറച്ച് ആൾക്കാർ ചുറ്റും ഉണ്ടല്ലോ എന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അടുത്ത ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റെക്കോർഡിംഗ് ആണ്. ഈ റെക്കോർഡിംഗ് എനിക്ക് ബേസിക്കലി കിട്ടിയത് ഫ്രം മൈ ഫ്രണ്ട് വിവിയാണ്. ആളും ഡോക്ടർ ക്രിറ്റിക് ഭാസ്കറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിടയിൽ കിട്ടിയൊരു ഓഡിയോ ആണ്. സോ നമുക്ക് ആദ്യം ഓഡിയോ എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. ജിസ്മോളിൻ്റെ കേസിനെ സംബന്ധിച്ചോളം ഇവിടെ ഒരു രണ്ട് രീതിയിലാണ് കേസിൻ്റെ ദിശ പോയിരിക്കുന്നത്. അതായത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് സത്യസന്ധമായിട്ടൊരു അന്വേഷണം വേണമെന്നും ഈ കേസ് തെളിയിക്കണമെന്നും ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ ഈ കേസ് ഒരു നല്ല അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നുള്ളൊരു തീരുമാനത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ കൊണ്ട് അന്വേഷിക്കേണ്ട ഒരു കേസാണെന്ന് തന്നെ അവർ കാണുന്നു. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ ജിമ്മിയുടെ രക്ഷയ്ക്ക് വേണ്ടി ആവിഷ്കരിച്ച ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ മെമ്പറായിരുന്നു ഈ നല്ല ചിന്തയുള്ള ആൾക്കാർ. അവരെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നെല്ലാം യവന്മാർ മാറ്റി. ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിമ്മി ഈ ക്രിറ്റിക് ഭാസ്കറിൻ്റെ ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ. കാരണം ആള് ജിസ്മോളുടെ വീടും ആ ലൊക്കേഷനും സൂയിസൈഡ് ചെയ്തിട്ടുള്ള ആ ഏരിയ, സൂയിസൈഡ് എന്ന് പറയാൻ പറ്റില്ല, നടന്നിട്ടുള്ള ആ ഏരിയയിലൊക്കെ പോയിട്ട് ആൾ വളരെ വ്യക്തമായിട്ട് ആളുടെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായി കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ ഈ കേസിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ ആൾ കൺവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജിസ്മോളുടെ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി നടന്ന് ഇതിനൊരു തീരുമാനം വേണമെന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഒരു ഗ്രൂപ്പുണ്ട്. ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പും ഉണ്ട്. എന്നാൽ ജിമ്മിനെ ഫേവർ ചെയ്യാമെന്നല്ല, നമ്മൾ ആദ്യം തുടക്കകാലങ്ങളിൽ ജിമ്മിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നൊരു തോട്ട് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ നിന്ന് ഈ സത്യസന്ധമായി കേസിൽ നടക്കുന്ന ആൾക്കാരെ മുഴുവൻ റിമൂവ് അടിച്ചു വന്നു. അതെന്തിനാ? അപ്പോൾ ജിമ്മി സപ്പോർട്ടേഴ്സ് ഓഫ് ആൾക്കാർക്ക് മനസ്സിലായോ ജിമ്മി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്? അതുകൊണ്ടാണോ ഇവരെ റിമൂവ് ചെയ്തത്? നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടിയിടുകയാണ്. ഓക്കെ, ജിമ്മി സപ്പോർട്ടേഴ്സ്, നിങ്ങൾ തന്നെ ജിമ്മിക്ക് പണി കൊടുക്കുക എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. നമുക്ക് എന്തായാലും ബാക്കിയും കൂടെ കേട്ടു നോക്കാം. ജിമ്മിയെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്താഗതിയോട് പ്രവർത്തിക്കുകയും, അതല്ല ജിമ്മിക്ക് വേണ്ടിയല്ല ജിസ്മോളിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് സാധാരണപ്പെട്ടവരെ ബോധിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി ആവിഷ്കരിച്ച ഒരു ഗ്രൂപ്പായി ഇത് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. എന്താ, CCTV ഫോട്ടോ ആദ്യം ഇട്ടു, അത് ഫേക്കാന്ന് കണ്ടതിന് ശേഷം പിന്നെയും CCTVയുടെ വീഡിയോ ഇട്ടു, അതും ഫേക്കാന്ന് കണ്ടു. അതിനുശേഷം ഈ ഗ്രൂപ്പിനകത്ത് പല ആൾക്കാരുകൾ, പ്രിൻസ്, അവരവരൊക്കെ പറയുന്നതായിട്ടുണ്ട്,
വല്ലവരും കണ്ടിട്ടുണ്ടോ ഈ ജിമ്മിയെ കൊണ്ട് ശവയിടുന്നത്? അതായത് ജിമ്മിയെ സൈഡ് പിടിച്ചുള്ള സംസാരം. അതിൻ്റെ അവസാനമായിട്ട് കേരളീയം ചാനല് കാണിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനുപരി ഇവിടെ ഒരു ഫേക്ക് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നത് കോസ് ഓഫ് ഡെത്ത് ഡ്രൗണിങ് ഡെത്ത് ആണെന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശം ജിമ്മിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസിൻ്റെ ഓളം സൃഷ്ടിക്കുക എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട. തന്മൂലം കേസിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു കൺസിഡറേഷൻ. ഇതിനോടുപരി ഇവിടെ ഇത്രയില്ല, ജിമ്മി ഫോളോവേഴ്സ് അല്ലെങ്കിൽ ജിമ്മി സപ്പോർട്ടേഴ്സ് എല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. അവർ പ്രത്യക്ഷപരമായി കാട്ടുന്നത് ജിസ്മോൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണെങ്കിലും ഇടയിൽ കൂടെ ജിസ്മോൾക്ക് വേണ്ടിയല്ല എന്ന രീതിയിലാണ് കാണിക്കുന്നത്. റിയൽ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ റിമൂവ് ചെയ്യുന്നു, വേണ്ടാത്ത ഫേക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ ഇറക്കും. നിങ്ങൾ എന്ത് ഫേക്ക് ന്യൂസ് ഇറക്കിയിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും. അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ലീഗൽ സിസ്റ്റമാണ് കൂടെയുള്ളതെങ്കിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, ജിമ്മി എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടും. 100% പോലീസുകാരും ഉദ്യോഗസ്ഥരും ഒരു പടത്തിൻ്റെ മുകളിലും വീഴാണ്ട് ആ കേസിന് വേണ്ട ഒരു കൺക്ലൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും ചെയ്യാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടുകയും ചെയ്യും. സത്യസന്ധമായി പറയും, ഇവനെയൊക്കെ രക്ഷപ്പെട്ട് പുറത്തോട്ട് വിട്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്താ കിട്ടുന്നത്? മനസ്സിലാക്കുക, ഒന്നുമല്ല. ഞാനിന്ന് ബസ്സിലിരുന്ന് വരുന്ന സമയത്ത് ട്രൈപ്പോഡൊക്കെ പോയി വീഴും. ഞാൻ ബസ്സിലിരുന്ന് വരുന്ന സമയത്ത് ഞാനിങ്ങനെ കുറേ റീൽസ് കണ്ടു. അപ്പം ഞാൻ കണ്ട റീൽസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. റീൽ എന്താണെന്ന് വെച്ചാൽ, ഒരു പെർട്ടിക്കുലർ വ്യക്തി ബസ് യാത്ര ചെയ്യുകയാണ്, ബസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് കണ്ടക്ടർ ഉണ്ട്. ഇവർ രണ്ടുപേരും കുറേ നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. സംസാരിച്ച് ഈ കോൺവെർസേഷൻ ഇങ്ങനെ ഫ്രണ്ടോട്ട് നീണ്ടു പോയി ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയ സമയത്ത് ഇയാൾ പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ഇയാളങ്ങ് വീഴുന്നു. അപ്പോഴേക്ക് വണ്ടി ഒലയുന്നു, കുറച്ച് ആൾക്കാരൊക്കെ വീഴുന്നു. അപ്പോഴേക്ക് കണ്ടക്ടർ വേഗം ചാടി വന്ന് ഇയാളെ അങ്ങ് വണ്ടിയൊക്കെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ വട്ടം റെഡിയാക്കാനൊക്കെ ശ്രമിക്കുന്ന റീലാണ്. ഇത്രയേ മനുഷ്യജീവിതം. അത്രയും നേരം സംസാരിച്ചിരുന്ന ആൾ ഒരു 0.2 ഹൃദയാഘാതം വന്ന് മരിച്ചു. അപ്പോൾ പണത്തിൻ്റെ പിന്നാലെയൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. മുകളിൽ ഏതൊക്കെയൊക്കെയോ ഒരു ശക്തി, ദൈവത്തിന് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, പക്ഷെ എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടല്ലോ. ഈ ശക്തി ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം മനസ്സിലാക്കുക, ഒരു ഇത്രയും ദയനീയമായ 2 കുട്ടീനെയും അമ്മയ്ക്കും ഈ ഒരു സാഹചര്യം വന്ന ഒരുത്തനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം കൊണ്ട് വാങ്ങുന്ന ഫുഡോ അല്ല വേണ്ട, ആ പണം വാങ്ങിക്കൊണ്ട് മര്യാദയ്ക്ക് കടന്നുറങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ആലോചിച്ച് നോക്കും. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ.